ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയ മാൻവ റീഡിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമുക്ക് ഒരുമിച്ച് മാൻവകളുടെ അത്ഭുതകരമായ ലോകം ആസ്വദിക്കാം. പുതിയതും പഴയതുമായ എല്ലാ മാൻവകളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ കൂടെ ഈ യാത്രയിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ തളർന്നു. പൂർണ്ണമായും ഊർജം ചോർന്നുപോയി. സെജുണിന്റെ പ്രതിമാസ ശമ്പളം 20 ലക്ഷം വോൺ അടുത്തെത്തിയിരുന്നില്ലെങ്കിലും വാടകയും വിദ്യാർത്ഥി വായ്പാ തിരിച്ചടവും കഴിഞ്ഞിട്ടും ജീവിത ചെലവ് ചുരുക്കി ഓരോ മാസവും 10 ലക്ഷം വോൺ ലാഭിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. ഇത് അവന്റെ സമ്പാദ്യ അക്കൗണ്ടിൽ 1.2 കോടി വോൺ നിക്ഷേപിക്കാൻ സഹായിച്ചു. എന്നിരുന്നാലും ഇത് ഗണ്യമായ തുകയാണെങ്കിലും സെജുണിന്റെ ലക്ഷ്യത്തിന് ഇത് തികയാതെ വന്നു. ഹാവൂ, എനിക്കെപ്പോഴാണ് ഒരു ടിക്കറ്റ് വാങ്ങാൻ കഴിയുക? എനിക്കൊന്ന് താങ്ങാൻ കഴിയുമോ? തന്റെ വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യത്തിൽ മുങ്ങി സെജുൺ നെടുവീർപ്പിട്ടു. 10 വർഷം മുൻപ് സിയോളിന്റെ ഹൃദയഭാഗത്തുള്ള ഗംഗ്നാമിൽ ഒരു നിഗൂഢമായ 99 നിലകളുള്ള കറുത്ത ഗോപുരം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. ഈ ഗോപുരം ജ്യാമിതീയ പാറ്റേണുകളും ഭൗതികശാസ്ത്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഘടനയും ഉൾക്കൊണ്ടിരുന്നു. സമാന സ്വഭാവമുള്ള ഗോപുരങ്ങൾ ലോകമെമ്പാടുമുള്ള 100 നഗരങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെട്ടു. ഓരോ രാജ്യവും തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ ഉയർന്നുവന്ന ഗോപുരത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയെങ്കിലും അവരുടെ കണ്ടെത്തലുകളിൽ നിന്ന് അവർക്ക് കാര്യമായ പ്രയോജനം ലഭിച്ചില്ല. അവർ കണ്ടെത്തിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഗോപുരത്തിന് 990 മീറ്റർ ഉയരമുണ്ടെന്നും ഒരു അണുബോംബിനും കേടുവരുത്താൻ കഴിയാത്തത്ര ശക്തമായ ഒരു വസ്തു ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നും ദൃശ്യമായ പ്രവേശന കവാടം ഇല്ലെന്നുമായിരുന്നു. പ്രതീക്ഷിക്കാത്ത ഒരു സംഭവത്തിൽ ആളുകൾ ഓരോരുത്തരായി ഗോപുരത്തിൽ നിന്ന് പുറത്തുവരാൻ തുടങ്ങി. അവർ ഗോപുരത്തിന്റെ ചുമരുകളിലൂടെ സ്വാഭാവികമായി കടന്നുപോകുന്നതായി തോന്നി. അന്വേഷകർ ഈ വ്യക്തികളെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. അവർ അടുത്തിടെ അപ്രത്യക്ഷരായ ആളുകളാണെന്ന് മനസ്സിലാക്കി. നിങ്ങൾ എങ്ങനെയാണ് ഗോപുരത്തിൽ പ്രവേശിച്ചത്? അന്വേഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അവർ ഗോപുരത്തിൽ പ്രവേശിക്കുകയായിരുന്നില്ല, മറിച്ച് ഒരു തമോദ്വാരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയായിരുന്നുവെന്ന് വിശദീകരിച്ചു. ബോധം വീണ്ടെടുത്തപ്പോൾ അവർ ഗോപുരത്തിന്റെ 1-ാം നിലയിൽ സ്വയം കണ്ടെത്തി. അങ്ങനെ ഗോപുരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിൽ നിന്ന് പുറത്തുവന്നവരുടെ വിവരണങ്ങളിലൂടെ വെളിപ്പെടാൻ തുടങ്ങി. ഈ ഗോപുരങ്ങളുടെ ഉദ്ദേശ്യം ആർക്കും മനസ്സിലായില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായിരുന്നു: ഗോപുരത്തിൽ കയറുന്നത് സമ്പത്തുണ്ടാക്കി. ഗോപുരത്തിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾക്ക് ഭൂമിയിൽ ഉയർന്ന വില ലഭിച്ചു. ഈ വസ്തുക്കളിൽ ടിക്കറ്റ് എന്നു പേരുള്ള ഒരു സാധനവും ഉണ്ടായിരുന്നു. ടിക്കറ്റുകൾ ഉണർന്നവരുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നായിരുന്നു. ഒരു നില പൂർത്തിയാക്കുമ്പോൾ 1-ഓ അതിലധികമോ ടിക്കറ്റുകൾ ലഭിക്കാൻ സാധ്യത കൂടുതലായിരുന്നു. മുമ്പ് ഉണർന്നവർക്ക് ഗോപുരത്തിൽ പ്രവേശിക്കാൻ ടിക്കറ്റ് ആവശ്യമില്ലായിരുന്നു. എന്നിരുന്നാലും ടിക്കറ്റുകളുള്ള സാധാരണക്കാർക്ക് ഗോപുരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. ഗോപുരത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ ഉണരുകയും കയറാനുള്ള യോഗ്യത നേടുകയും ചെയ്യും. തൽഫലമായി ടിക്കറ്റുകൾ വില കുറഞ്ഞതോ എളുപ്പത്തിൽ ലഭിക്കുന്നതോ ആയിരുന്നില്ല. ഉദാഹരണത്തിന്, കൊറിയയിൽ കൊറിയൻ അവേക്കന്റ് അസോസിയേഷൻ വേട്ടക്കാരിൽ നിന്ന് ടിക്കറ്റുകൾ മൊത്തമായി വാങ്ങി പുനർവിൽപ്പന നടത്തി. ഒരു ടിക്കറ്റിന്റെ വില 150 ദശലക്ഷം വോണായിരുന്നു. ഉയർന്ന ഡിമാൻഡ് കാരണം ഒരു ആഴ്ചയ്ക്കുള്ളിൽ വില 200 ദശലക്ഷം വോണായി ഉയരുമെന്ന് വാർത്തകൾ പുറത്തുവന്നു. നൂറുകണക്കിന് ആളുകൾ ഇതിനകം മുൻകൂട്ടി പണമടച്ച് ടിക്കറ്റ് വാങ്ങാനുള്ള അവസരം കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഗോപുര ടിക്കറ്റുകളിലൂടെ ആളുകൾ സമ്പന്നരാകുന്നതിനെക്കുറിച്ചുള്ള പതിവ് വാർത്തകൾ കണ്ടപ്പോൾ സെജുൺ ഒരു ധീരമായ തീരുമാനമെടുത്തു: വീട്ടിൽ വിളകൾ വളർത്തുക. ഇത് കൂടുതൽ പണം ലാഭിക്കാനുള്ള ഒരു വഴിയായിരുന്നു. അസാധാരണമായതൊന്നും കൃഷി ചെയ്യാൻ അയാൾ ഉദ്ദേശിച്ചിരുന്നില്ല. ജീവിത ചെലവ് ലാഭിക്കാൻ കുറഞ്ഞ പരിചരണം ആവശ്യമുള്ള ചില സസ്യങ്ങൾ വളർത്താനാണ് അവൻ പദ്ധതിയിട്ടത്. ഞാൻ ഇന്ന് തുടങ്ങും. അതും പറഞ്ഞ് അവൻ കുറച്ച് സവാളയും മറ്റു ചില സാധനങ്ങളും സൂപ്പർമാർക്കറ്റിൽ നിന്ന് വാങ്ങി വീട്ടിലേക്ക് പുറപ്പെട്ടു. ഹേ, സെജുൺ ദൃഢനിശ്ചയത്തോടെ ഒരു പാട്ടുമൂളി. വീട്ടിൽ പഴങ്ങളും പച്ചക്കറികളും വളർത്താൻ തുടങ്ങിയാൽ ഭക്ഷണ ചെലവിൽ ഒരുപാട് ലാഭിക്കാനും ധാരാളം ഉൽപ്പന്നങ്ങൾ ആസ്വദിക്കാനും കഴിയും. ഇങ്ങനെയാണ് ഞാൻ ടിക്കറ്റ് വാങ്ങാനും ഗോപുരത്തിൽ പ്രവേശിക്കാനും പണം ലാഭിക്കുക. എന്നിട്ട് ഞാൻ സെറാങ്ങിനും എനിക്കും വേണ്ടി ഗോപുരത്തിൽ നിന്ന് ഒരുപാട് പണം സമ്പാദിക്കും. ഹേ, കൊറിയയിലെ മുൻനിര ഗേൾ ഗ്രൂപ്പായ മൂൺലൈറ്റ് ഫെയറിയുടെ അംഗമായ സെറാങ്ങിനെ കുറിച്ച് സെജുൺ സ്വപ്നം കണ്ടു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അത് സെജുണിന്റെ സ്വന്തം ഭാവനയായിരുന്നു. സെജുൺ തന്റെ സ്വപ്നങ്ങളിൽ മുഴുകി ഒരു മണ്ടൻ ചിരിയോടെ നടക്കുമ്പോൾ അവന്റെ മുന്നിലുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു തമോദ്വാരം പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഹൂഷ്, അത് ചുറ്റുമുള്ളതെല്ലാം വലിച്ചെടുക്കാൻ തുടങ്ങി. ഇതെന്താ? തമോദ്വാരം കണ്ടപ്പോൾ സെജുൺ വല്ലാതെ ഞെട്ടി. അതിന്റെ മറുവശം വെളിപ്പെട്ടില്ല. അതൊരു വാനിഷിംഗ് ആണ്. വാനിഷിംഗ് എന്നത് ആളുകൾ ഗോപുരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന ഒരു പ്രതിഭാസമായിരുന്നു. ആദ്യത്തെ ഉണർന്നവരെല്ലാം ഒരു വാനിഷിംഗിലൂടെ കടന്നുപോയി. എന്തായാലും ഇത് വളരെ ഭാഗ്യമാണ്. ലോട്ടറി അടിക്കുന്നതിനേക്കാൾ അപൂർവം. ഒരു വാക്കുപോലും പറയാതെ അപ്രത്യക്ഷനായാൽ കുടുംബം തന്നെ അന്വേഷിച്ചേക്കുമോ എന്ന് ഭയന്ന് സെജുൺ തിടുക്കത്തിൽ തന്റെ കുടുംബത്തിന് സന്ദേശങ്ങൾ അയച്ചു. അവൻ സന്ദേശങ്ങൾ അയച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ? ഞാനൊരു കുഴിയിലേക്ക് വലിച്ചെടുക്കപ്പെട്ടാൽ ഒരുപാട് മുമ്പേ വലിച്ചെടുക്കപ്പെടേണ്ടതായിരുന്നു. തമോദ്വാരം തന്നെ എടുക്കാൻ കാത്ത് സെജുൺ അതിലേക്ക് നോക്കി നിന്നു. എന്നാൽ വലിച്ചെടുക്കാനുള്ള ശക്തി കൂടുന്നതിന്റെ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. വേഗം എന്നെ കൊണ്ടുപോ.
എന്തുകൊണ്ടാണ് ഇത് ചുരുങ്ങുന്നത്? ദ്വാരം അടയുക പോലും ചെയ്തു. ഇല്ല, എന്റെ ഭാവി സെറാങ് സെജുൻ മനസ്സിൽ ഉറപ്പിച്ചു. ഭാവി വഴികാട്ടികൾക്കുള്ളതാണ്. അതെ, ശരിയാണ്, ഞാൻ പോകുന്നു. സെജുൻ ദ്വാരത്തിലേക്ക് പാഞ്ഞു. അതോടെ അവൻ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷനായി. ഞാൻ എവിടെയാണ്? ദ്വാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയുടൻ എന്തോ കുഴപ്പമുണ്ടെന്ന് സെജുണിന് മനസ്സിലായി. ഗോപുരത്തിന്റെ 1-ാം നിലയെക്കുറിച്ച് അവൻ കേട്ട വിവരങ്ങൾ അവൻ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഗോപുരത്തിന്റെ 1-ാം നിലയിൽ പ്രദേശം പ്രകാശിപ്പിക്കുന്ന ആഡംബര വിളക്കുകൾ, വെള്ള മാർബിൾ തറകൾ, ഉപകരണങ്ങളും ഔഷധങ്ങളും വിൽക്കുന്ന കടകളുള്ള വിശാലമായ പ്ലാസ, യോദ്ധാക്കൾക്കും മാന്ത്രികന്മാർക്കും കഴിവുകൾ പഠിക്കാൻ കഴിയുന്ന പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ സ്ഥലം പാറകളാൽ നിർമ്മിച്ച ഒരു ഗുഹയായിരുന്നു. ഒരു കടയോ പരിശീലന കേന്ദ്രമോ പോലും കാഴ്ചയിലുണ്ടായിരുന്നില്ല. ഗോപുരത്തിന്റെ 1-ാം നിലയുമായി സാമ്യമുള്ള ഒരേയൊരു കാര്യം അത് വിശാലമായിരുന്നു എന്നതാണ്. ഒരേയൊരു ആശ്വാസം ആഡംബര വിളക്കുകളുടെ വെളിച്ചമില്ലായിരുന്നു. മറിച്ച് മേൽക്കൂരയിലെ ഒരു ദ്വാരത്തിലൂടെ ഒരു സൂര്യരശ്മി ഗുഹയെ പ്രകാശിപ്പിച്ചു. ആദ്യം പുറത്തു കടക്കാനുള്ള വഴി കണ്ടെത്താം. സെജുൻ പുറത്തു കടക്കാനുള്ള വഴി തേടി ചുറ്റും നോക്കി. അവൻ പുറത്തു കടക്കാനുള്ള സാധ്യതയുള്ള സ്ഥലമായി അടയാളപ്പെടുത്തിയത് ഗുഹയുടെ മേൽക്കൂരയിലെ ദ്വാരമായിരുന്നു. എന്നിരുന്നാലും ഒരു സ്പൈഡർമാൻ അല്ലാത്ത പക്ഷം മേൽക്കൂരയിലെ വളഞ്ഞ ദ്വാരത്തിലെത്താൻ മതിൽ കയറുന്നത് അസാധ്യമാണെന്ന് തോന്നി. ഇന്നത്തെ മാൻവാ റീഡിംഗ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ കൂടുതൽ മാൻവ വിശേഷങ്ങൾ അറിയാനായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.